നിങ്ങളുടെ ശരീരം നിങ്ങളെ തന്നെ ആക്രമിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗം അഥവാ സ്വയം പ്രതിരോധിത രോഗം. അതായത് പുറമെ നിന്നുള്ള രോഗാണുക്കളെ ആക്രമിക്കുന്ന, നമ്മുടെ ഉള്ളിലെ രോഗകരമായ കോശങ്ങളെ നീക്കം ചെയ്യുന്ന നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിലെ ആരോഗ്യപരമായ ഹെൽത്തി ആയിട്ടുള്ള കോശങ്ങളെ തന്നെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സമ്മർദ്ദം അഥവാ സ്ട്രെസ്സുമായി ഒരു വലിയ ബന്ധമുണ്ട്. എന്താണെന്ന് വിശദീകരിക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ഒരു ചെറിയ എമർജൻസി ടീമുണ്ട്, അതായത് HPA ആക്സിസ്. പേര് കേട്ട് ഭയപ്പെടേണ്ട, ഇതൊരു സ്ട്രെസ് അലാം സിസ്റ്റം ആണെന്ന് കരുതുക. നിങ്ങൾ സമ്മർദ്ദത്തിൽ അകപ്പെടുമ്പോൾ, നിങ്ങളിൽ ഭയം, ഉത്കണ്ഠ, ടെൻഷൻ എന്നിവ ഉണ്ടാകുമ്പോൾ ഈ സ്ട്രെസ് അലാം ഓൺ ആകും. ഈ സ്ട്രെസ് അലാം ഓൺ ആകുമ്പോൾ നിങ്ങളുടെ ശരീരം കോർട്ടിസോൾ എന്നൊരു രാസപദാർത്ഥം പുറപ്പെടുവിക്കും. ഈ കോർട്ടിസോൾ എന്നത് നമ്മുടെ ശരീരം ആപത്തിനെ അല്ലെങ്കിൽ ഭീഷണികളെ നേരിടുമ്പോൾ അതിനെ നേരിടാനായി നമുക്ക് വേഗത്തിൽ ഓടാനോ നമുക്ക് വേഗത്തിൽ തിരിച്ചടിക്കാനോ നമ്മളെ തന്നെ സ്വയം സംരക്ഷിക്കാനോ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിന് അധിക ഊർജം തരുന്നതാണ് ഈ കോർട്ടിസോൾ എന്ന രാസപദാർത്ഥം. കുറച്ചളവിൽ കോർട്ടിസോൾ നല്ലതാണ്. നമ്മുടെ പ്രയാസകരമായ സിറ്റുവേഷൻസിനെ, നമുക്ക് ഭീഷണിയാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ ഈ കോർട്ടിസോൾ സഹായിക്കും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും തുടർച്ചയായ സമ്മർദ്ദത്തിലാണ്. നമ്മൾ തുടർച്ചയായ സമ്മർദ്ദത്തിലായിരിക്കുമ്പോൾ ഈ സ്ട്രെസ് അലാം സിസ്റ്റം ഓൺ ആയി തന്നെ ഇരിക്കുന്നു, അത് ഓഫ് ആകുന്നില്ല. ഈ സ്ട്രെസ് അലാം ഓഫ് ആകാതെ കോർട്ടിസോൾ ലെവൽ എപ്പോഴും ഉയർന്നു തന്നെ ഇരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ക്ഷീണം ഉണ്ടാകുന്നു. നമ്മളിലെ അവയവ വ്യവസ്ഥകളെല്ലാം ആകെ ഒരു ആശയക്കുഴപ്പത്തിലാകുന്നു. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ പ്രതികരണം തെറ്റായ രീതിയിലാകുന്നു. ഇവിടെയാണ് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ തുടങ്ങുന്നത്. ഇൻഫ്ലമേഷൻ മലയാളത്തിൽ പറഞ്ഞാൽ പ്രദാഹം. അതായത് ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവോ ചതവോ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആ ഭാഗം വീർത്ത് വേദനയോടുകൂടി ചുമന്ന് ചൂടൊക്കെ കൂടി വരില്ലേ, അതിനെയാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. സാധാരണ നമ്മളിൽ മുറിവും ചതവും ഒക്കെ ഉണ്ടാകുന്ന ഭാഗങ്ങളിലാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാകാറ്. അല്ലെങ്കിൽ നമ്മുടെ ജോയിന്റ്സിലൊക്കെ എന്തെങ്കിലും രോഗം ബാധിക്കുമ്പോൾ അവിടെയും ഇൻഫ്ലമേഷൻ ഉണ്ടാകാറുണ്ട്. അതായത് പ്രശ്നമുണ്ടെന്ന് തോന്നുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ശരീരം കൂടുതൽ സേനയെ അയച്ചാൽ എങ്ങനെയായിരിക്കും, കൂടുതൽ അധിക സംരക്ഷണത്തിനായിട്ട് കൂടുതൽ പ്രവർത്തനം നടത്തുമ്പോഴാണ് ഈ ഇൻഫ്ലമേഷൻ ഉണ്ടായി വരുന്നത്. മുറിവുണ്ടാകുമ്പോൾ ഇൻഫ്ലമേഷൻ നല്ലതാണ്, പക്ഷേ ഈ ഇൻഫ്ലമേഷൻ മാറാതെ നിന്നാൽ അത് ഹാനികരമാണ്. അപ്പോൾ ഈ ഉയർന്ന കോർട്ടിസോളും ഇൻഫ്ലമേഷനും ഒക്കെ നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായി നിലനിൽക്കുമ്പോൾ നമ്മുടെ രോഗപ്രതിരോധ ശേഷിക്ക് ഒരു വലിയ തെറ്റ് പറ്റുന്നു. അത് നമ്മുടെ ശരീരത്തിലെ ആരോഗ്യകരമായ കോശങ്ങളെ അനാരോഗ്യകരമായ കോശങ്ങൾ അഥവാ പുറമെ നിന്ന് വന്ന ഭീഷണി ഉണ്ടാക്കുന്ന കോശങ്ങൾ എന്ന് തെറ്റിദ്ധരിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രശ്നമില്ലാത്ത കോശങ്ങളെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ആക്രമിക്കാൻ തുടങ്ങും. ഇത് പല രീതിയിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളായി മാറുന്നു. ചില ഉദാഹരണങ്ങൾ പറയാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാസിസ്, ടൈപ്പ് 1 ഡയബറ്റിസ്, തൈറോയിഡൈറ്റിസ്, പിന്നെ ദഹന സംബന്ധമായ ഇൻഫ്ലമേറ്ററി ബൗൾ ഡിസീസ്, ക്രോൺസ് ഡിസീസ്, അങ്ങനെയുള്ള രോഗങ്ങൾ. ഇവയൊക്കെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. ഇതിനെ എങ്ങനെയാണ് തടയുക? അതിന് നമ്മുടെ ശരീരത്തിലെ ഈ സ്ട്രെസ് അലാം സിസ്റ്റം തണുക്കണം അല്ലെങ്കിൽ ഓഫ് ആകും. നമ്മൾ ശരിയായ രീതിയിൽ വിശ്രമിക്കുമ്പോൾ യോഗ, മെഡിറ്റേഷൻ, ബ്രീതിങ്, കൗൺസിലിംഗ്, മറ്റ് തെറാപ്പികളും ഇതിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് അലാം സിസ്റ്റം സെറ്റിലാകും, തണുക്കും. അതായത് മുന്നേ പറഞ്ഞതുപോലെയുള്ള മാർഗങ്ങളിലൂടെ നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും തണുപ്പിക്കുന്നതിലൂടെ മാത്രമേ, അത് നിങ്ങളുടെ ദിനചര്യയുടെ ഭാഗമാക്കുന്നതിലൂടെ മാത്രമേ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് റിയാക്ഷൻ കുറയ്ക്കാനും നിങ്ങളുടെ ശരീരം ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളിലേക്ക് പോകുന്നത് തടയാനും സാധിക്കുകയുള്ളൂ. ഞാൻ ഡോക്ടർ ജാസ്മിൻ. നിങ്ങളുടെ ജീവിതത്തിലെ സ്ട്രെസ് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന പ്രതികരണങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ മാനസികാരോഗ്യം വർദ്ധിപ്പിച്ച്
അതിലൂടെ നിങ്ങളെ മികച്ച ശാരീരിക ആരോഗ്യത്തിലേക്ക് നയിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിനായി സംയുക്തം എന്ന ഒരു കൂട്ടായ്മയിലൂടെ കൗൺസിലിംഗ് സൈക്കോളജി, എൻ്റെ ഗുരുനാഥൻ ബോധിസത്വൻ മാധവാചാര്യന്റെ നേതൃത്വത്തിൽ നിർവാണ യോഗ തെറാപ്പി, ഒപ്പം ഹോമിയോപ്പതിയും സംയോജിപ്പിച്ചുകൊണ്ട് ലളിതവും ശാസ്ത്രീയവുമായ മാർഗങ്ങളിലൂടെ നിങ്ങളിൽ പൂർണ്ണ ആരോഗ്യം, മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. ഈ കൂട്ടായ്മയിൽ ഭാഗമാകാൻ നിങ്ങളും ആഗ്രഹിക്കുന്നുവെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക.